ഒക്ടോബർ 5 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാന ബി.ജെ.പി 8 വിമതരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കൾക്കെതിരെ മത്സരിക്കാൻ സ്വതന്ത്രരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇവരെ 6 വർഷത്തേക്ക് പുറത്താക്കിയത്. ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച മുൻ മന്ത്രി രഞ്ജിത്ത് ചൌട്ടാലയും പട്ടികയിലുണ്ടെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മോഹൻലാൽ ഭദോലിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിക്കെതിരെ ലാധുവയിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച സന്ദീപ് ഗാർഗിനെയും പുറത്താക്കിയിരിക്കുകയാണ്. ആസാദ് സീറ്റിൽ മത്സരിക്കുന്ന സായിൽ റാം ശർമ്മ, സഫിദോയിൽ നിന്ന് മുൻ മന്ത്രി ബച്ചൻ സിംഗ് ആര്യ, മെഹാമിൽ നിന്ന് രാധ അഹ്ലാവത്, ഗുഡ്ഗാവിൽ നിന്ന് നവീൻ ഗോയൽ, ഹഥീനിൽ നിന്ന് കെഹാർ സിംഗ് റാവത്ത്, മുൻ MLA ദേവേന്ദ്ര കദ്യാൻ എന്നിവരാണ് പുറത്താക്കപ്പെട്ട മറ്റു നേതാക്കൾ. സ്വതന്ത്ര MLA-യായി താൻ നിയമസഭയിൽ പ്രതിനിധീകരിച്ച സീറ്റായ റാനിയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് രഞ്ജിത്ത് ചൌട്ടാല പാർട്ടി വിടാൻ തീരുമാനിച്ചത്. മെയ് ജൂൺ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയിൽ ചേരുന്നതിനു മുൻപ് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ അദ്ദേഹം ഹിസാറിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതുപോലെ കോൺഗ്രസിലും ചില പ്രശ്നങ്ങളുണ്ട്. ബി.ജെ.പിയുടെ മുൻ മന്ത്രി അനിൽ വിജയനെതിരെ അംബാല കന്റോൺമെന്റിൽ സ്വതന്ത്രയായി മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥി ചിത്ര സർവാരയെ അടുത്തിടെ പുറത്താക്കിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 13 നേതാക്കളെയാണ് ഹരിയാന കോൺഗ്രസ് വെള്ളിയാഴ്ച പുറത്താക്കിയത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ സാഹചര്യത്തിലാണ് നേതാക്കളെ പുറത്താക്കാൻ തീരുമാനിച്ചതെന്നാണ് ഹരിയാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. ഹരിയാനയിൽ 10 വർഷത്തിനു ശേഷം വീണ്ടും അധികാരത്തിലേറാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അതിനിടയിലാണ് വിമത ഭീഷണി രൂക്ഷമായതും. നേരത്തെ ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടി നൽകിയത് വിമതരായിരുന്നു. ഇതേ സാഹചര്യം സംസ്ഥാനത്ത് ഉടലെടുക്കുമോ എന്ന ഭീതി കോൺഗ്രസിനുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശക്തമായ നടപടിയുമായി നേതൃത്വം മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം നടപടി കണ്ട് കോൺഗ്രസിനെ പരിഹസിച്ച് പ്രധാനമന്ത്രി മോദി രംഗത്തു വന്നതും ശ്രദ്ധേയമായി. നേതാക്കൾക്കിടയിൽ ഐക്യം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെ സംസ്ഥാനത്ത് സ്ഥിരത കൊണ്ടുവരാൻ കഴിയുമെന്നാണ് മോദി ചോദിച്ചത്. കോൺഗ്രസ് ഉള്ളിടത്ത് ഒരിക്കലും സ്ഥിരത ഉണ്ടാകില്ല. നേതാക്കൾക്കിടയിൽ ഐക്യം കൊണ്ടുവരാൻ കഴിയാത്ത പാർട്ടിക്ക് എങ്ങനെ സംസ്ഥാനത്ത് സ്ഥിരത കൊണ്ടുവരാൻ കഴിയും? ആര് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തർക്കം നടക്കുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇതിന് പിറകെയാണ് ബി.ജെ.പിയും കോൺഗ്രസ് സ്വീകരിച്ച അതേ നടപടിയുമായി മുന്നോട്ട് വന്നത്. എന്തായാലും ഇത്തവണ മോദി നിശബ്ദനാണ്.